നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ രാവിലത്തെ പ്രധാന വാർത്തകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്ത തുടങ്ങാം. രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുന്ന സമയത്തേക്കും ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത വേനലാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം തുടരുമ്പോൾ തന്നെ കടുത്ത വേനലിൽ നിന്നുകൊണ്ട് ഈ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തെ പല ജോലികൾ. നിർമ്മാണ തൊഴിലാളികളാണെങ്കിലും മറ്റു തൊഴിലാളികളാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും എന്തിനേറെ പറയണം, മറ്റ് ഈ പകൽ സമയത്ത് ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ വേനലിൻ്റെ കാഠിന്യം തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ 12 ജില്ലകളിലും തുടരുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ കാണാം, അതികഠിനമായ വെയിലാണ് അനുഭവപ്പെടുന്നത്. പുറത്തേക്ക് ഒരു 5 മിനിറ്റ് ദൂരം നമുക്ക് നിൽക്കാനോ നടക്കാനോ ഒന്നും സാധിക്കാത്ത തരത്തിലേക്ക് ശരീരമാകെ പൊള്ളുന്ന രീതിയിലേക്കൊക്കെ ഈ വേനലിൻ്റെ കാഠിന്യം മാറുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ മുന്നറിയിപ്പ് പ്രവചിച്ചിരുന്നു എങ്കിലും എല്ലായിടത്തും കഴിഞ്ഞ ദിവസമൊന്നും കാര്യമായ മഴ ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഉഷ്ണതരംഗ സാധ്യത നിലനിർത്തുമ്പോൾ തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂരും തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടടക്കമുള്ള ജില്ലകളിലേക്ക് കനത്ത വേനൽ തുടരുകയാണ്. 39 ഡിഗ്രി സെൽഷ്യസ് എന്ന സ്ഥിതിയിലേക്ക് വേനലിൻ്റെ കാഠിന്യം ഉയരുന്നുണ്ട്. ഇവിടെ ഉഷ്ണതരംഗം പ്രവചിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഇനി വെയിലിൻ്റെ കാഠിന്യം മാറ്റി നിർത്തിയാൽ അതുപോലെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു എയർ ഇന്ത്യ വിവാദവുമായി ബന്ധപ്പെട്ടത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കൂട്ടരാജി സാധാരണപ്പെട്ട ജീവനക്കാരെയാണ്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട യാത്രക്കാരെയും ബാധിച്ചിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി. എന്തായാലും മുന്നറിയിപ്പില്ലാതെ മെഡിക്കൽ ലീവ് എടുത്ത് പോയ ജീവനക്കാർ മിസ്മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഇവരൊരു കൂട്ടരാജി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ ഒരു രാജി കമ്പനിയുടെ നടത്തിപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ നല്ല നടപ്പിനെ അത് ബാധിച്ചു എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർക്ക് കൂട്ടപ്പിരിച്ചുവിടലിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതും എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതായത് മുന്നറിയിപ്പില്ലാതെ ലീവെടുത്ത എല്ലാ ജീവനക്കാർക്കും നോട്ടീസ് അയച്ചുകൊണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നടപടി. ക്യാബിൻ ക്രൂ അടക്കമുള്ള അംഗങ്ങളാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ ലീവെടുത്ത് ജോലിയിൽ പ്രവേശിക്കാതിരുന്നത്. ഇതുമൂലം തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂരുമെല്ലാം യാത്രക്കാർക്ക്, അതായത് വിവിധ രാജ്യങ്ങളിലേക്ക് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ അടക്കം സർവീസ് നടത്തുന്ന ബഹ്റിനിലേക്കും ഒമാനിലേക്കും അബുദാബിയിലേക്കും റിയാദിലേക്കൊക്കെ ചാർട്ടേഡായിട്ട് നടന്ന ഫ്ലൈറ്റുകൾക്കെല്ലാം ഈ ഒരു വിവാദം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെയായിരുന്നു ഇവിടെ കുഴങ്ങിപ്പോയൊരു സാഹചര്യമുണ്ടായത്. എന്തായാലും നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തുമൊക്കെ ഒരുപാട് യാത്രികർ ഇത്തരത്തിൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു, യാത്ര ചെയ്യാനായി എത്തിയിരുന്നു. എന്നാൽ ബോർഡിങ്ങിനോട് അടുക്കുമ്പോൾ പ്രവേശന സമയത്ത് മാത്രമാണ് അറിയുന്നത് ഇവിടേക്ക് പ്രവേശനമില്ല, വിമാനങ്ങൾ നിർത്തലാക്കി എന്നുള്ളത്. പകരം ഒരു സംവിധാനം അടുത്ത വരുന്ന മെയ് 16-നും 17-നുമൊക്കെ ഒരുക്കും എന്ന് പറഞ്ഞെങ്കിലും ഇത് വാക്കുകളിൽ മാത്രമേ ഒരുങ്ങുന്നുള്ളൂ. അതുമാത്രമല്ല, എയർ ഇന്ത്യയുടെ ഒരു ജീവനക്കാരിൽ നിന്നുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള ഒരു കൃത്യമായ മറുപടി പോലും ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകൾ ഇന്നും റദ്ദാക്കി. ഷാർജ, ദുബായ് അടക്കമുള്ള, റിയാദ് അടക്കമുള്ള, അബുദാബി അടക്കമുള്ള സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടാതെ നെടുമ്പാശ്ശേരിയിലെ 2 സർവീസുകൾ കൂടി ഇന്ന് മുടങ്ങി എന്നുള്ളതും ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർദ്ധരാത്രി 1:10 അബുദാബി വിമാനം പുറപ്പെട്ടിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസും പുനരാരംഭിച്ചു. ദമാമിലേക്കും മസ്കറ്റിലേക്കുമുള്ള വിമാനങ്ങൾ പുറപ്പെട്ടു എന്നുള്ളതും അറിയാൻ കഴിയുന്നു. കരിപ്പൂരിൽ ഏകദേശം സർവീസുകൾ കൃത്യമായിട്ട് തന്നെ നടത്താൻ എയർ ഇന്ത്യ അധികൃതർ ഒരുക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല എയർപോർട്ടുകളിലുമാണ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഈ മെഡിക്കൽ ലീവ് എടുത്തുകൊണ്ട് ഈ മിസ്മാനേജ്മെൻറ്റ് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ അലവൻസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വർധന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം ഇവർ പങ്കുവച്ചത്. ഇനി മറ്റൊരു കാര്യം, ഗതാഗത വകുപ്പ് മന്ത്രിയും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും ഗതാഗത പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഈ പരിഷ്കാരങ്ങളിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ ഒരു കനത്ത പ്രതിഷേധം ഉയരുകയാണ്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് എതിർപ്പുകൾ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധങ്ങളുമായി നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ, തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഇവിടെ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ഉയരുകയാണ്. ഇവിടെ നിലത്ത് കിടന്നുകൊണ്ടുള്ള ഈ കൊടും ചൂടിലും നിലത്ത് കിടന്നുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം
15 വർഷം നീളുന്ന വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് എന്തുകൊണ്ട് ഗതാഗത മന്ത്രി പറയുന്നു? അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേന്ദ്രങ്ങളിൽ സുസജ്ജമായ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കണമെന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതൊരു സ്വകാര്യ വ്യക്തികളിലേക്ക്, കോർപ്പറേറ്റുകളിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളാണ് പിന്നിൽ നടക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് പറയുന്നത്. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലന രീതി മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കണമെന്നാണ് അധ്യാപകർ പറയുന്നത്. പരമ്പരാഗത രീതിയിൽ ഇവർ ഡ്രൈവിംഗ് ഇവരാണ് ഈ പുതിയ ഡ്രൈവിംഗ് മാറ്റങ്ങളെ എതിർക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി സമവായത്തിന് വിളിച്ചിരുന്നെങ്കിലും ഈ ഭാഗം ഈ ഒരു നീക്കം ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഇനി സംസ്ഥാനത്തിന് പുറത്ത് മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കർണാടകയിലെ അശ്ലീല വീഡിയോ വിവാദമാണ് തരംഗം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചത്. ഈ ഒരു വിഷയത്തിൽ HD ദേവഗൗഡയുടെ കൊച്ചുമകനായ പ്രജ്വൽ രേവണ്ണ ബന്ധപ്പെട്ട ലൈംഗിക വിവാദ കേസിൽ വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നത്. പോലീസുകാരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ ഭീഷണിയെ തുടർന്നാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പരാതി നൽകിയത് എന്നാണ് ദേശീയ വനിതാ കമ്മീഷന് മുൻപാകെ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ വേദിയായിട്ട് പ്രജ്വൽ രേവണ്ണയുടെ കേസ് മാറുകയാണ്. ആരുടെയൊക്കെയോ താല്പര്യം, ആഭ്യന്തരമന്ത്രിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു അറിവോടുകൂടിയുള്ള ഒരു കേസായിട്ട് ഇത് മാറുന്നു എന്നുള്ളതും പറയുന്നു. ദേശീയ വനിതാ കമ്മീഷനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായി നിർമ്മിച്ച അശ്ലീല വീഡിയോകൾ അടക്കമുള്ള കേസുകളിൽ ഇദ്ദേഹം നാടുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. കർണാടകയിലെ രാഷ്ട്രീയ സമവാക്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിക്കൂട്ടിൽ മോദിക്ക് കൈകൊടുക്കുന്ന ചിത്രങ്ങൾ വരെ നമ്മൾ കണ്ടു. പ്രജ്വൽ രേവണ്ണ അതേ ദേവഗൗഡയുടെ കുമാരസ്വാമി മൊത്തമൊക്കെയുള്ള വേദിയിൽ മോദിക്ക് കൈകൊടുക്കുന്ന ചിത്രങ്ങൾ വരെ കണ്ടു. അങ്ങനെയുള്ള കർണാടക രാഷ്ട്രീയത്തിലെ അതികായനായിട്ടുള്ള ഒരു നേതാവിൻ്റെ കൊച്ചുമകൻ തന്നെ ഇത്തരം അശ്ലീല വീഡിയോകൾ നിർമ്മിച്ച് രാജ്യത്ത് അത് വിതരണം ചെയ്തു, അത് കച്ചവട താല്പര്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും NDA അലയൻസിനെ സംബന്ധിച്ച് ഒരു വലിയ നാണക്കേടിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതിൽ വലിയ ട്വിസ്റ്റുകൾ, രാഷ്ട്രീയ പ്രേരിതമാണ്, ട്വിസ്റ്റുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അടുത്ത വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. എന്തായാലും മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട മേയർ ഡ്രൈവർ വിവാദത്തിൽ മെമ്മറി കാർഡ് കണ്ടുകിട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കണ്ടക്ടർ സുബിനെ കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നു. ആദ്യം തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞത്. പിന്നീട് ഇത് കമ്മീഷണർ ഓഫീസിലേക്കുള്ള ചോദ്യം ചെയ്യലായി മാറുമെന്ന് കരുതപ്പെടുന്നു. എന്തായാലും എവിടെയാണ് ചോദ്യം ചെയ്യലെന്നുള്ള വ്യക്തതയില്ല. എന്തായാലും പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിന് ശേഷമാകും കണ്ടക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് യദു ഇതിൽ കുറ്റക്കാരനാണോ, യദു ഈ മെമ്മറി കാർഡ് മാറ്റിയതിൽ മേയർക്കാണോ പങ്ക്, യദു ഇതിൽ പ്രതിയാണോ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ വാർത്തകളെല്ലാം അടുത്ത നിമിഷങ്ങളിൽ കൃത്യമായിട്ട് തന്നെ എത്തിക്കാം. എന്തായാലും അടുത്ത അപ്ഡേറ്റുകൾ പിന്നാലെ എത്തും.